ഈസ് മെഡിറ്റേഷൻ ഫോർ എവറി വൺ. മെഡിറ്റേഷൻ ആർക്കൊക്കെ ചെയ്യാം? ഏത് കാറ്റഗറിയിലുള്ള ആൾക്കാർക്കാണ് മെഡിറ്റേഷൻ അനുയോജ്യമായിട്ട് ഉള്ളത്? സോ എൻ്റെ ഫൈൻഡിങ്സിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയെന്ന് പറയുന്നത്, മെഡിറ്റേഷൻ കൂടുതലും ചെയ്യുക എന്ന് പറയുന്നത്, ഞാൻ കണ്ടെടുത്തോളം ആൾക്കാരെന്ന് പറയുന്നത് കൂടുതലും ഒരു ട്രാൻസ്ഫർമേഷൻ സീക്ക് ചെയ്യുന്ന ആൾക്കാരാണ് മെഡിറ്റേഷൻ കൂടുതൽ ചെയ്യുക എന്ന് പറയുന്നത്. അതായത് ലൈഫിൽ അവർക്കൊരു ട്രാൻസ്ഫർമേഷൻ വേണം. അതായത് അവരുടെ നോർമൽ ലൈഫിൽ നിന്ന് ദേ വാണ്ട് സംതിങ് മോർ ദാൻ വാട്ട് ദേ നോർമലി ഹാവ്. അതായത് ഒരു നോർമൽ ലൈഫിൻ്റെ ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ, അല്ലെങ്കിൽ നോർമൽ ലൈഫിനെ ഒന്നും കൂടെ എൻഹാൻസ് ചെയ്യണം, ഒന്നും കൂടെ അപ്ഗ്രേഡ് ചെയ്യണം എന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോഴാണല്ലോ നമുക്ക് ട്രാൻസ്ഫർമേഷനൊക്കെ വേണം എന്ന് പറയുന്നത്. അതായത് യു ആർ നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ദ വേ ലൈഫ് ഈസ് വിത്ത് യു, ദ വേ ദ സിറ്റുവേഷൻ ആർ ഇൻ ദ പ്രസൻറ്റ് മൊമെൻറ്റ് വിത്ത് യു. അപ്പോൾ ആ ഒരു ചേഞ്ച്, ഒരു സംതിങ് യു ഹാവ് ടു വാണ്ട് എ ടോട്ടൽ ട്രാൻസ്ഫർമേഷൻ ഓഫ് യുവർ ലൈഫ്, ഓഫ് യുവർ ബീങ്. അപ്പോൾ അങ്ങനെ ഒരു ട്രാൻസ്ഫർമേഷൻ ആഗ്രഹിക്കുന്ന ഒരാൾക്കാരാണ് കൂടുതലും മെഡിറ്റേഷൻ സീക്ക് ചെയ്യുക എന്ന് പറയുന്നത്. മെഡിറ്റേഷന് വേണ്ടി ഒരുപാട് സമയം കണ്ടെത്തി അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്യുക, അല്ലെങ്കിൽ ത്രൂ ഔട്ട് ദ ഡേ മെഡിറ്റേഷൻ ചെയ്യുക എന്ന് പറയുന്ന ആൾക്കാർ, പീപ്പിൾ ഹൂ ആർ സീക്കിംഗ് ട്രാൻസ്ഫർമേഷൻ സീക്കുന്ന ആൾക്കാരാണ് പൊതുവേ മെഡിറ്റേഷൻ ചെയ്യുക എന്ന് പറയുന്നത്. പിന്നെ ഉള്ള ആൾക്കാരെന്ന് പറയുന്നത്, പിന്നെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് പീപ്പിൾ ഹൂ ആർ സോ മച്ച് ഫ്രസ്ട്രേറ്റഡ് വിത്ത് ലൈഫ്. അതായത് ലൈഫിലൊരു വളരെയധികം ഫ്രസ്ട്രേഷനും വളരെയധികം ദേ ആർ ടോട്ടലി ഡൺ വിത്ത് ദ ലൈഫ്. അതായത് ലൈഫ് അപ് ടു നൗ എങ്ങനെയാണോ അത് വളരെയധികം മടുത്തിട്ട് എന്തെങ്കിലും ഒരു പുതുമ വേണം എന്ന്, ഇനി ഈ ഒരു പാറ്റേൺ ഓഫ് ലൈഫ് പറ്റൂല. അങ്ങനെയുള്ള ഫ്രസ്ട്രേഷൻ, ഡീപ് ഫ്രസ്ട്രേഷൻ്റെ പുറത്തും പലരും മെഡിറ്റേഷൻ തുടങ്ങാറുണ്ട്. സോ അങ്ങനെയും തുടങ്ങാറുണ്ട്. സോ മറ്റേത് ഇപ്പോൾ ആദ്യത്തെ കാറ്റഗറി ആയിട്ട് ഏകദേശം സാമ്യമുണ്ടല്ലോ. ഇപ്പോൾ ട്രാൻസ്ഫർമേഷൻ സീക്കുന്ന ആൾക്കാരും ഫ്രസ്ട്രേഷൻ്റെ പുറത്ത് ചെയ്യുന്ന ആൾക്കാരും ഏകദേശം രണ്ടും ഒരുപോലെ എന്ന് പറയാൻ പറ്റത്തില്ല. ട്രാൻസ്ഫർമേഷൻ സീക്കുന്ന ആൾക്കാരെന്ന് പറയുമ്പോൾ they were living a life up to now and now they want to അവർ നോർമൽ ലൈഫിൻ്റെ എല്ലാ കാര്യങ്ങളും എൻജോയ് ചെയ്തു. നൗ ദേ വാണ്ട് സംതിങ് മോർ ഇൻ ദിസ് ലൈഫ്. അങ്ങനെ ഒരു സംതിങ് മോർ എന്ന രീതിയിൽ പോകുന്നവരും ആണ് കൂടുതലും ട്രാൻസ്ഫർമേഷൻ എന്ന പാത്തിൽ പോകുന്നത്. അല്ലാതെ ഈ ഫ്രസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ദേ ആർ കംപ്ലീറ്റ്ലി ഡൺ വിത്ത് ദിസ് ലൈഫ്. ആ ഒരു ഡീപ് ഫ്രസ്ട്രേഷൻ്റെ പുറത്ത് നിൽക്കുന്നവരും ഒരു മെഡിറ്റേഷൻ അവർക്ക് അനുയോജ്യമായ ഒരു ഇതാണ്. തുടങ്ങാൻ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വളരെ നല്ലതാണ്. പിന്നെ ഈ ഫ്രസ്ട്രേഷൻ എന്ന് പറയുമ്പം നമ്മൾ ഡിപ്രഷൻ അല്ലെങ്കിൽ ഒരു സൈക്കാട്രിക് പേഷ്യൻ്റ് അങ്ങനെയുള്ള കാറ്റഗറിയിലുള്ള ആൾക്കാരല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഫ്രസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു യു ആർ ഫെഡ് അപ്പ് വിത്ത് ദിസ് നോർമൽ സിസ്റ്റം. അതായത് നമ്മുടെ ആ ഈ ഒരു സിസ്റ്റം, ഈ ഒരു സൊസൈറ്റി, ഈ ഒരു കൾച്ചർ, ഈ ഒരു നമ്മൾ ഇടപെടുന്ന ആൾക്കാർ, അതിനോടെല്ലാം മടുത്ത് നമ്മൾ ചെയ്യുന്ന ജോലിയിൽ ഫ്രസ്ട്രേഷൻ വരിക, അല്ലെങ്കിൽ അങ്ങനെ ഒരു എവറിത്തിങ് ഈസ് എ ബോർഡം. ലൈക്ക് ഒരു കംപ്ലീറ്റ്ലി ബോർഡം മാത്രമേ കിട്ടുന്നുള്ളൂ. അങ്ങനെ കംപ്ലീറ്റ്ലി മടുപ്പും ഒരു നത്തിങ് എക്സൈറ്റ്സ് യു എനിമോർ. ദിസ് മെറ്റീരിയൽ ലൈഫ് ഡസ് നോട്ട് എക്സൈറ്റ്സ് യു മോർ. യു വാണ്ട് സംതിങ് മോർ ഇൻസൈഡ് യുവർ സെൽഫ്. ആ ഒരു ബോർഡം, ആ ഒരു ഫ്രസ്ട്രേഷൻ, അതാണ് ഇവിടുത്തെ ഉദ്ദേശിക്കുക എന്ന് പറയുന്നത്. അല്ലാതെ ഒരു ഡിപ്രഷനോ അല്ലെങ്കിൽ ഒരു സൈക്കാട്രിക് ലെവലോ അങ്ങനെയുള്ളവർക്ക് മെഡിറ്റേഷൻ പറ്റൂല. ഒരു സൈക്കാട്രിക് പേഷ്യൻ്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു വളരെ മെൻ്റലി ഡൗൺ ആയിരിക്കുന്ന ആൾക്ക് മെഡിറ്റേഷൻ അനുയോജ്യമല്ല. ഇൻ ഓർഡർ ടു സ്റ്റാർട്ട് മെഡിറ്റേഷൻ ഫസ്റ്റ് യു ഹാവ് ടു ബി ഓൾവേസ് നോർമൽ. ഒരു നോർമലായിട്ടുള്ള ഒരു സ്റ്റേജിൽ നിന്ന് മാത്രമേ നമുക്കൊരു മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫസ്റ്റ് യു ഹാവ് ടു ബി നോർമൽ. അപ്പോൾ ഈ ഫ്രസ്ട്രേഷൻ കൊണ്ട് ഉദ്ദേശിക്കുക എന്ന് പറയുന്നത് നമ്മൾ ഡിപ്രഷൻ പോലെയുള്ള കാര്യങ്ങളല്ല. ഫ്രസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു നോർമൽ ലൈഫിൻ്റെ ആ ഒരു മടുപ്പും, എവറിത്തിങ് ഈസ് യു ആർ ഡൺ വിത്ത് ദാറ്റ് നോർമൽ ലൈഫ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് നമ്മുടെ ഇവിടുത്തെ ആ ഒരു ഫ്രസ്ട്രേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്ക് ഒരുപാട് ഇൻ്റലിജൻസ് ഉള്ളപ്പോഴേ നമുക്ക് ആ ഒരു ഫ്രസ്ട്രേഷനും ലൈഫിൻ്റെ ഒരു ബോർഡും നമുക്ക് ഫീൽ ചെയ്യത്തുള്ളൂ എന്ന് പറയുന്നത്. നത്തിങ് എക്സൈറ്റ്സ് യു, എവറിത്തിങ് ഈസ് എ റെപ്പിറ്റേഷൻ ഫോർ യു. നമ്മുടെ ഡേ ടു ഡേ ലൈഫ് വളരെ റെപ്പിറ്റേറ്റീവായിട്ട് തോന്നുന്നു. സോ യു ഹാവ് ലീവ്ഡ് ദിസ് ലൈഫ് സോ മച്ച് ടൈംസ്. ഒരുപാട് തവണ ചെയ്ത കാര്യങ്ങൾ തന്നെ പിന്നെയും ചെയ്യുന്നു. ഡെയിലി കാണുന്ന ആൾക്കാരെ തന്നെ എന്നും കാണുന്നു. അങ്ങനെ യു ആർ ഫ്രസ്ട്രേറ്റഡ് വിത്ത് ദിസ് ലൈഫ്. സോ അതാണ് നമ്മൾ ഇവിടുത്തെ ഒരു ഫ്രസ്ട്രേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുക എന്ന് പറയുന്നത്. സോ അങ്ങനെയുള്ളവർക്ക് മെഡിറ്റേഷൻ അനുയോജ്യമാണ്. ബിക്കോസ് ഇറ്റ് ഓപ്പൺസ് എ ന്യൂ പാത്ത് ടു യു. പിന്നീടുള്ള ആൾക്കാരെന്ന് പറയുന്നത് സ്പിരിച്വൽ സീക്കേഴ്സ്. അതായത് ചില ആൾക്കാരെന്ന് പറയുന്നത് നെക്സ്റ്റ് കാറ്റഗറിയാണ് നമ്മൾ പറയുന്നത്. സ്പിരിച്വാലിറ്റി ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, അല്ലെങ്കിൽ പൊതുവേ കൊച്ചിലെ തൊട്ടിങ്ങനെ ഒരു ആത്മീയപരമായ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ സത്യം എന്താണ്, എക്സ്പ്ലോറിങ് ട്രൂത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും ലൈഫിൻ്റെ ഒരു എസൻസ് എന്താണ്, ഈ ഒരു നമ്മുടെ ശരീരവും മനസ്സും നമ്മൾ ഈ കാണുന്ന ലോകത്തിനപ്പുറം എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള ആ ഒരു എൻക്വയറി ഉണ്ടല്ലോ, ഒരു അന്വേഷണത്തോടെ ഉള്ള ആൾക്കാർക്ക് മെഡിറ്റേഷൻ
മെഡിറ്റേഷൻ അവർ ഓട്ടോമാറ്റിക്കലി മെഡിറ്റേഷനിലേക്ക് പോകും. കാരണം മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഒറിജിനലി ഇറ്റ് വാസ് ഫൈൻഡ് ഔട്ട് ഇൻ ഡിസ്കവറി. ഒറിജിനലി അത് കണ്ടുപിടിച്ചത് ഒരു സ്പിരിച്വൽ ഡിസ്കവറിക്ക് വേണ്ടി അല്ലെങ്കിൽ സ്പിരിച്വൽ വേണ്ടിയാണ് മെഡിറ്റേഷൻ ശരിക്കും നമ്മുടെ ട്രഡീഷണലി അത് കണ്ടുപിടിച്ചതെന്ന് പറയുന്നത് സന്യാസിമാരും കാര്യങ്ങളൊക്കെ. സോ അങ്ങനെയുള്ളവർ ഓട്ടോമാറ്റിക്കലി മെഡിറ്റേഷൻ്റെ ഒരു എന്താ പറയുന്നത് ബേസ് എന്ന് പറയുന്നത് സ്പിരിച്വാലിറ്റിയാണ്. സ്പിരിച്വൽ സെർച്ചിന് വേണ്ടിയാണ് മെഡിറ്റേഷൻ കണ്ടുപിടിച്ചതെന്ന് പറയുന്നത്. സോ അങ്ങനെയുള്ളവർ ഓട്ടോമാറ്റിക്കലി സ്പിരിച്വാലിറ്റി ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഓട്ടോമാറ്റിക്കലി ഡെഫിനറ്റ്ലി ദേ വിൽ ബി മെഡിറ്റേറ്റിംഗ്. സോ ആ ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാർ സ്പിരിച്വൽ സീക്കേഴ്സ് എന്ന് പറയുന്നത് ദേ ആർ നോട്ട് ഫ്രസ്ട്രേറ്റഡ് വിത്ത് ദിസ് ലൈഫ് ബട്ട് ദേ വാണ്ട് ടു നോ വാട്ട്സ് ദ മീനിങ് ഓഫ് ദിസ് ലൈഫ്. എന്താണ് ജീവിതത്തിൻ്റെ ആ ഒരു സത്യം. ഒരു സത്യാന്വേഷിയാണ്, സത്യത്തെ തേടി പോകുന്ന ഒരാളാണ് ഒരു സ്പിരിച്വൽ സീക്കർ എന്ന് പറയുന്നത്. ലൈഫിൻ്റെ യഥാർത്ഥ മീനിങ് എന്താണ് ഇതിൻ്റെ പിന്നിൽ, എന്താണ് ഈ ഒരു ഡിസ്പ്ലേ ഓഫ് ലൈഫ്. ഇതിലൊരു ക്രിയേറ്റർ ഉണ്ടോ, ക്രിയേഷൻ ഉണ്ടോ, എന്താണ് ക്രിയേഷന് പിന്നിൽ ഒരു ക്രിയേറ്റർ ഉണ്ടോ, എന്താണ് യൂണിവേഴ്സിൻ്റെ ആ ഒരു കോർ എന്ന് തേടി പോകുന്ന ഒരാളാണ് ഒരു സ്പിരിച്വൽ സീക്കർ എന്ന് പറയുന്നത്. സോ അങ്ങനെയുള്ള ഒരാളും മെഡിറ്റേഷന് ഏറ്റവും കൂടുതൽ അനുയോജ്യമായ ഒരാൾ. ഓൾറെഡി അദ്ദേഹം ഒരു മെഡിറ്റേറ്റർ ആയിരിക്കും. സോ പിന്നെ ഇപ്പോൾ നമ്മൾ 3 കാറ്റഗറി പറഞ്ഞല്ലോ. അപ്പം ട്രാൻസ്ഫർമേഷൻ സീക്ക് ചെയ്യുന്ന ആൾക്കാർ, ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, പിന്നെ സ്പിരിച്വൽ സീക്കേഴ്സ്. സോ ഇങ്ങനെയുള്ളവരാണ് കൂടുതലും ഒരു ഡീപ്പ് മെഡിറ്റേറ്റേഴ്സ് ആകുക എന്ന് പറയുന്നത്. ബിക്കോസ് ദേ വാണ്ട് സംതിങ് മോർ ഇൻ ദിസ് ലൈഫ്. അതാണ് അവരെ കണക്ട് ചെയ്യുന്നൊരു പോയിന്റ് എന്ന് പറയുന്നത്. ദേ വാണ്ട് സംതിങ് മോർ, ദേ വാണ്ട് സം എക്സ്റ്റസി, ബ്ലിസ്, ദേ വാണ്ട് ടു നോ ടു ഹാവ് സം ഹയർ കോൺഷ്യസ്നെസ് ഒക്കെ തേടി പോകുന്നു. അങ്ങനെ ഇതെല്ലാം അവരെ കണക്ട് ചെയ്യുന്നൊരു കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ് ആണ്. പിന്നെ ഇനി ഇതൊന്നും ഈ ഒരു കാറ്റഗറിയിലൊന്നും പെടാത്ത ആൾക്കാർ, ഇപ്പം നമ്മൾ ഈ പറഞ്ഞ 3 കാറ്റഗറിയിലും പെടാത്ത ആൾക്കാർക്ക് അവർക്ക് മെഡിറ്റേഷൻ അനുയോജ്യമാകുമോ? നിങ്ങളൊരു ചെറിയ രീതിയിലൊരു റിലാക്സേഷൻ, ഒരു സ്ട്രെസ് റിലീഫ്, അതിനുവേണ്ടി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് മെഡിറ്റേഷൻ. ഒരു 30 മിനിറ്റ്സ് മെഡിറ്റേഷനൊക്കെ നമ്മളിപ്പോൾ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ കൊടുക്കാറുണ്ട്. ഒരു 30 മിനിറ്റ്സ് റിഫ്രഷിങ് മെഡിറ്റേഷൻ കൊടുക്കാറുണ്ട്. അത് ചെയ്യുമ്പോൾ എല്ലാവരും പെട്ടെന്ന് സ്ട്രെസ് റിലീഫ് റിലാക്സേഷനൊക്കെ വരുമെന്ന് പറയാറുണ്ട്. സോ ദീസ് പീപ്പിൾ ആർ, ഇപ്പോൾ ഞാൻ പൊതുവെ ക്ലാസ് എടുക്കുന്ന ആൾക്കാരെന്നൊക്കെ പറയുന്നത് അവരിങ്ങനെ ഈ ഒരു കാറ്റഗറി പെടുന്ന ആൾക്കാരെ അല്ല. അവർ ജസ്റ്റ് ഒരു നോർമൽ ഡേ ടു ഡേ ലൈഫിൽ നിന്നൊന്ന് ഒരു റിലാക്സേഷൻ സീക്കുന്ന ആൾക്കാർക്കാണ് ഞാൻ പൊതുവെ എനിക്ക് വരുന്ന കൂടുതലും ക്ലയൻസ് എന്നൊക്കെ പറയുന്നത്. സോ അങ്ങനെയുള്ളവർക്ക് ചെയ്യാം. പക്ഷേ ഞങ്ങൾ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ ഇവരാരും ഒരു ഡീപ്പ് മെഡിറ്റേറ്റർ ആകാറില്ല. ഇങ്ങനെയുള്ള ഒരു സ്ട്രെസ് റിലീഫിന് വേണ്ടി, റിലാക്സേഷൻ ഒക്കെ വേണ്ടി ചെയ്യുന്ന ആൾക്കാർ ഒരു ഡീപ്പ് മെഡിറ്റേഷനിലേക്ക് അങ്ങനെ പോകില്ല. അവർ കുറച്ച് നാളൊന്ന് ജസ്റ്റ് അവർക്കൊന്ന് എന്താണ് ഒരു മൂവി കാണുന്ന പോലെ, അല്ലെങ്കിൽ എന്താണ് ഇതൊന്നും അറിയണമെന്നൊരു പാട്ട് കേൾക്കുന്ന പോലെ ജസ്റ്റ് ഒരു ടേസ്റ്റിന് വേണ്ടി വരുന്ന ആൾക്കാർ, എന്താണിതെന്ന് ജസ്റ്റ് ഒന്ന് അറിയണമല്ലോ, അങ്ങനെ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് വരുന്ന ആൾക്കാരാണ് ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത്. പിന്നെ ഈ സ്പിരിച്വൽ സീക്കേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി തനിയെ അവർ തന്നെ മെഡിറ്റേഷൻ കണ്ടെത്തി അവർ തന്നെ ഓൾറെഡി പ്രാക്ടീസൊക്കെ ചെയ്തു തുടങ്ങുമായിരിക്കും. കാരണം അത്രത്തോളം അവർ തീവ്രമായി ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അവർ ഓട്ടോമാറ്റിക്കലി അവർ മെഡിറ്റേഷനൊക്കെ തനിയെ തന്നെ പഠിച്ചെടുത്തോളായിരിക്കും മിക്കൊരു ഈ സ്പിരിച്വൽ സീക്കേഴ്സ് ആയിട്ടുള്ളവരെന്ന് പറയുന്നത്. സോ അങ്ങനെയുള്ള എല്ലാവർക്കും ചെയ്യാം മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ. ദാറ്റ്സ് അങ്ങനെ ഒരു ഇതൊന്നുമില്ല. പക്ഷേ ഞാൻ കണ്ടെടുത്തോളം മനസ്സിലാക്കിയെടുത്തോളം ഈ ഒരു ഡീപ്പ് മെഡിറ്റേറ്റേഴ്സ് ആകുന്നത് ഞാൻ പറഞ്ഞ നമ്മുടെ ആദ്യത്തെ ഒരു 3 കാറ്റഗറിയുള്ള ആൾക്കാരാണ്. ബാക്കിയുള്ളവരൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഒരു ടേസ്റ്റിന് വേണ്ടി ഇങ്ങനെ എന്താണെന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യുക എന്നാണ് ഞാൻ മെയിനായിട്ട് കണ്ടിട്ടുള്ളത്. പിന്നെ നിങ്ങളെ ആ ഒരു നോർമൽ ഡേ ടു ഡേ ലൈഫിൽ നിങ്ങൾ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ then meditation is not meant for you എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം if you're okay with this life, if you're okay with the day to day routine, നിങ്ങളുടെ ആ ഒരു നോർമൽ ലൈഫിൻ്റെ എല്ലാത്തിലും നിങ്ങൾ ഓക്കെ ആണെങ്കിൽ then you don't want meditation. because meditation എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് ഒരു ലക്ഷറിയാണ്, ഒരു നമുക്കൊരു അപ്ഗ്രേഡ്, നമ്മളെ ഒരു അപ്ഗ്രേഡ് ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ഒരു മെഡിറ്റേഷനിലേക്ക് പോകുക എന്ന് പറയുന്നത്. സോ ഇഫ് യു ഡോണ്ട് വാണ്ട് ആൻ അപ്ഗ്രേഡേഷൻ ഇൻ യുവർ നോർമൽ ലൈഫ് then meditation is not meant for you എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. സോ ബേസിക്കലി നമുക്കത് ചെയ്യാൻ തോന്നണം, നമ്മുടെ ഉള്ളിൽ ആ ഒരു തോന്നൽ വരിക എന്നതാണ് മെയിൻ കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാനും മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങിയ സമയങ്ങളിലൊക്കെ ഐ വാണ്ട് സംതിങ് മോർ ഫ്രം മൈ ലൈഫ് ബിക്കോസ് ഐ വാസ് നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് മൈ നോർമൽ ലൈഫ്, നോർമൽ സിസ്റ്റം. ഐ വാസ് പാർട്ട് ഓഫ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം, നമ്മുടെ കൾച്ചർ, സൊസൈറ്റി. ഇതിലൊക്കെ ഉള്ള ഒരു ഡിസാറ്റിസ്ഫാക്ഷനും നമുക്ക് സംതിങ് ഐ ആം മിസ്സിങ് സംതിങ്. ഞാനൊരു എക്സ്റ്റസിയും ബ്ലിസ്സും ഒരു ആനന്ദത്തിലല്ല ഞാൻ ജീവിക്കുന്നത് എന്നുള്ള തിരിച്ചറിവും എനിക്കെന്തോ മിസ്സിങ് ആണ് എന്നൊരു തിരിച്ചറിവൊക്കെയാണ് എന്നെ ഒരു മെഡിറ്റേഷനിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത്. പിന്നെ എനിക്കൊരു തോന്നലായിരുന്നു ലൈക്ക് ഐ വാണ്ട് ടു ഡു ദിസ്, എനിക്ക് മെഡിറ്റേഷൻ ചെയ്യണം എന്നെനിക്ക് ഉള്ളിൽ തന്നെ നമുക്കൊരു ഇൻഡ്യൂട്ടീവായിട്ടൊരു ഫീൽ വരുമല്ലോ. ഒരു ഇൻസ്റ്റിങ്ക്റ്റിൻ്റെ പുറത്താണ് ഞാൻ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഇന്നും ഞാൻ മെഡിറ്റേഷൻ ചെയ്യുന്നത് അതിൻ്റെ പുറത്താണ്.
അങ്ങനെ ഒരു ഇൻസ്റ്റിങ് ലെവലാണ്, നമുക്ക് തനിയെ ഓട്ടോമാറ്റിക്കലി തോന്നണം. ഇറ്റ് കനോട്ട് ബി ഫോഴ്സ്ഡ് അപ്പോൺ. ഇത് നമ്മൾ ഈ ഒരു എക്സസൈസ് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ഒരു ജിമ്മിൽ പോണ പോലെ നമുക്ക് ഇങ്ങനെ ഒരു ഫോഴ്സ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഒരു സ്പോണ്ടേനിയസ്ലി നമുക്ക് തോന്നിയാൽ മാത്രമേ മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു ഡീപ്പ് മെഡിറ്റേഷനിലേക്ക് പോകണമെങ്കിൽ യു ഹാവ് ടു ബി ഒരു നമുക്ക് തനിയെ തോന്നണം. സോ ദാറ്റ്സ് ഇൻസ്റ്റിങ് ഹാസ് ടു ഹാപ്പൻ വിത്തിൻ യു. സോ ദാറ്റ്സ് വാട്ട് ഐ ഫെൽറ്റ് റിഗാർഡിങ് മെഡിറ്റേഷൻ. So far ഇത്രയും നാളും ചെയ്തതിൽ ഐ സേ ദാറ്റ് ഇറ്റ്സ് എ ട്രാൻസ്ഫോർമേഷൻ, ഇറ്റ്സ് എ പാത്ത് ഫോർ ട്രാൻസ്ഫോർമേഷൻ. നമ്മളങ്ങനെ ഒരു സ്പിരിച്വൽ ലെവലോട്ടൊന്നും ഞാൻ പേഴ്സണലി പോയിട്ടില്ലെങ്കിൽ പോലും ഐ ഹാവ് ചേഞ്ച്ഡ് എ ലോട്ട്. മെഡിറ്റേഷൻ തുടങ്ങുന്നതിന് മുമ്പും തുടങ്ങിയതിന് ശേഷവും ഐ നോ ദ ഡിഫറൻസ് ഹൗ ഐ ആം ഏബിൾ ടു ബി മോർ ഈസ് വിത്ത് ലൈഫിന് കുറച്ചുകൂടെ ഈസി ആയിട്ട് നമുക്ക് ഫേസ് ചെയ്യാൻ സാധിക്കുന്നു. So that's what I have to say in this video. Hope you like it. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ വരിക. വിൽ ക്യാച്ച് അപ്പ് ഇൻ അനദർ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.